ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അതുൽ രാജ്. സിനിമ അഡിക്റ്റഡ് ഡബിൾ ടു ഡബിളിലേക്ക് ഏവർക്കും ഗോപാൽ സ്വാമി ദുരസ്വാമി നായിഡു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൂവിയാണ്, ബയോപിക് മൂവിയാണ്. അത് സത്യം പറയാ ഞാനിത് കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സത്യം പറയാ ഇങ്ങനെ കാണണം എന്നുള്ള മൈൻഡ് ഇങ്ങനെ ഇരിക്കണല്ലാണ്ട് നമ്മുടെ ഏരിയയിലുള്ള ഒരൊറ്റ തിയേറ്ററിൽ പോലും പടം ഇല്ല. നമ്മുടെ ഏരിയ ചേർത്തല ഏരിയയാണ്. അവിടെ സത്യം പറഞ്ഞാൽ 3 തിയേറ്ററാണ്. അവിടെ എങ്ങും സത്യം പറഞ്ഞാൽ ഈ പടം എടുക്കുന്നില്ല. പിന്നെയുള്ള രക്ഷ എന്ന് വെച്ചാൽ എറണാകുളം സൈഡ് പോകണം, അല്ലെങ്കിൽ കൊല്ലം, അല്ലെങ്കിൽ കോട്ടയം സൈഡ് പോകണം, അല്ലെങ്കിൽ ആലപ്പുഴ. ഈ സൈഡിലൊക്കെ പോയിട്ട് സത്യം പറഞ്ഞ പടം ഉള്ളു. അപ്പൊ ഇത് കാണണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ഹെവി പോസിറ്റീവ് റിവ്യൂ പടത്തിന്. അത് കണ്ടില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്ര പോസിറ്റീവ് റിവ്യൂ എന്നൊരു ഏത് ഹിന്ദി ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഏത് പടമാണെങ്കിലും മലയാളമൊക്കെ അത്യാവശ്യം എല്ലാ പടം ഇവിടെ വരാറുണ്ട്. പക്ഷെ ഇത് വന്നില്ല. അപ്പൊ എത്ര ഹെവി പോസിറ്റീവ് റിവ്യൂ ഇട്ടിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് സത്യം ഉറക്കം പോലും വരികയില്ല. അത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്റെ കാറ്റഗറി. ഞാൻ അങ്ങനത്തെ ഒരു കാറ്റഗറി പെട്ട ഒരാളാണ്. അപ്പൊ ഞാനിങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, പോണാ ഇനി ആളെ നോക്കാം. ഞായറാഴ്ച ഇറങ്ങാത്ത കാര്യം. ഇനി ഞായറാഴ്ചയാണ്, പക്ഷെ ഇനി പോരാത്തന്നെ ഇത് അങ്ങനത്തെ ഹെവി പോസിറ്റീവ് റിവ്യൂ കൂടി കിട്ടിയാണ്. അപ്പൊ നോക്കിയിട്ട് ഫോറം മാളിലേ ഉള്ളു അടുത്തുള്ള തിയേറ്ററിൽ, അല്ലെങ്കിൽ തൊട്ടടുത്ത് നമുക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു തിയേറ്റർ ഏതാന്ന് വെച്ചാൽ, ഈ പടം ഉള്ളത് തിയേറ്റർ ഏതാന്ന് വെച്ച് നോക്കിയപ്പോ ഫോറം മാളാണുള്ളത്. അപ്പൊ നേരെ 1:10 ഷോ. 1:10 ഷോയ്ക്ക് ഇവിടെ നേരെ രാവിലെ റെഡിയായി പോയപ്പോ തന്നെ മഴ പെയ്ത് മൊത്തം അലങ്കോലായി. ഓട്ടൊക്കെ ഇട്ട് എങ്ങനെയൊക്കെ എത്തിപ്പെട്ട് പടം കണ്ട്. ഈ പടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇവിടുത്തെ തിയേറ്ററുകാർ എടുത്തില്ല എന്നുള്ള ഒറ്റ ചോദ്യം ആദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. വേറൊന്നുമല്ല, ഇത്രയ്ക്ക് കിടില പടം. സുരറൈ പോട്ടർ എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടിട്ട്, അത്ര ഒരു ബയോപിക് ആയിട്ട് ഒരു മൂവി എടുത്തു വെച്ചിട്ടുള്ള സുരറൈ പോട്ടർ എന്ന മൂവി കണ്ടിട്ട് എനിക്ക് ഇത്രത്തോളം ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ തിയേറ്ററിൽ അവസാനത്തെ സീൻ കഴിയുന്നവരെ നമുക്ക് തരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ സിനിമയോട് അത്രത്തോളം ഇഷ്ടപ്പെട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അവസാന സീൻ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ, ഒരു പ്രത്യേക ഒരു ഫീൽ ഉണ്ട് നമുക്ക്. ആ ഒരു എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ ഒരു ബയോപിക് മൂവിന്ന് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കിട്ടണ കാര്യം ഭയങ്കര പാടാ. അപ്പൊ അത്രത്തോളം ഡീറ്റെയിലിങ്ങും, അത്രത്തോളം എന്താണ് പറയാ, ഡയറക്ഷൻ സൈഡ് ആണെങ്കിലും, അതിന്റെ മ്യൂസിക് സൈഡ് ആണെങ്കിലും, അതിന്റെ കോസ്റ്റ്യൂം സൈഡ് ആണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആയി മാത്രമേ നമുക്ക് അത്രത്തോളം വർക്ക് ആവുള്ളൂ. എന്നെ സംബന്ധിച്ചിട്ട് അങ്ങനെ വർക്ക് ആയത് കൊണ്ട് പറഞ്ഞാണ്. ഇനി നമ്മുടെ മാധവാണ് മെയിൻ ആക്ടറായിട്ട് വന്നിരിക്കുന്നത്, ഇതിന്റെ മെയിൻ കഥാപാത്രം. എന്തുവാടേ സത്യം പറഞ്ഞ ഇങ്ങനെ പറയേണ്ടത്? സത്യം പറഞ്ഞ ആ ദുരന്തർ, മറ്റേ റോക്കട്രി കണ്ട എന്റെ പൊന്നെ, റോക്കട്രി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സത്യം പറഞ്ഞ ഇങ്ങനെ ഫാനായി പോകും. ഇതേ മാധവ് സത്യം ആദ്യ കാലഘട്ടത്തിൽ റൊമാൻറ്റിക് ഹീറോ എന്നൊക്കെ മാറ്റി വന്നിട്ട് ഇപ്പൊ ഒരു ക്യാരക്ടർ റോളാണ് മൊത്തം ചെയ്തു വരുന്നത്. അതില് അദ്ദേഹത്തിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞ രീതിയിൽ കാറ്റഗറിപ്പെട്ട ഒരു മൂവിയാണിത്. അത് റോക്കട്രി കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതാണ്. പടം എന്റെ പൊന്നെ, എന്തുവാടെ എടുത്തു വെച്ചിട്ട് ഇത്ര നന്നായിട്ട് നമ്മൾ പറഞ്ഞാൽ അതുപോലെ നമുക്ക് ഫീല് തന്നെ ഒരു ബയോപിക് മൂവിയാണിത്. അതില് എന്താ പറയാ, ഒരു രോമാഞ്ചിപ്പിക്കൽ ഫീല് തന്നെ കാര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ അതേപോലെ സിറ്റുവേഷൻ കാര്യങ്ങളോ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാ JD നായിഡു എന്ന് പറഞ്ഞൊരു വ്യക്തി സത്യം പറഞ്ഞ ഈ നമ്മുടെ രാജ്യത്ത് ഇങ്ങനൊരു വ്യക്തി ഉണ്ടായിരുന്നെന്നും, അല്ലെങ്കിൽ ആ വ്യക്തി ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്നും നമ്മൾ എന്താ പറയാ മലയാളികൾക്ക്, ഒട്ടുമിക്ക ഇന്ത്യക്കാർക്കും അറിയാൻ മേല. പക്ഷെ ഇങ്ങനൊരു പടം തന്നെ അദ്ദേഹത്തിനെ കാട്ടിക്കൊടുക്കേണ്ടി വരുന്നു. ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഒരാളുണ്ടായിരുന്ന കൊണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം മുഖാന്തരമാണ് വരേണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മള് നിത്യോപയോഗ സാധനങ്ങളായിട്ടും, അല്ലെങ്കിൽ നിത്യോപയോഗ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്നും നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരും. എന്താ പറയാ, ഇദ്ദേഹത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ റിവ്യൂ ചെയ്യും, ഒരു വീഡിയോ ഞാൻ വരുന്നുണ്ട്. എനിക്ക് ടൈം ഇല്ലാണ്ടായി സത്യം പറഞ്ഞ. അന്നത്തെ കാര്യം ഇവിടെ അന്നത്തെ പടം ഇല്ല, നമ്മുടെ അടുത്ത തിയേറ്റർ ഇല്ല, ഫോറമാളെ ഉള്ളത്. അപ്പൊ അവിടം വരെ പോയി കണ്ടതിനെ ബഡ്ജറ്റൊക്കെ ഷോക്കാണ്, ഓണൊക്കെ അല്ലേ. അപ്പൊ പോണാ വേണ്ടെന്നുള്ള മൈൻഡ് ഇരുന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയെങ്കിലും, എനിക്ക് പറ്റില്ല ഇങ്ങനത്തെ റിവ്യൂ, ഹെവി പോസിറ്റീവ് റിവ്യൂ എന്നിട്ട് പോകാതിരിക്കാൻ പറ്റില്ല എന്നുള്ള മൈൻഡ് വെച്ച് ഞാൻ പോയി കണ്ടതാണ്. സത്യം പറയാ നഷ്ടായില്ല. 500 അല്ല, ഒരു 1000 രൂപ കൊടുത്തെന്ന്, 1000 രൂപ കൊടുത്താലും സത്യം പറഞ്ഞാൽ ഒട്ടും നഷ്ടം വരില്ലാത്ത ടൈപ്പ് ഒരു മൂവിയാണ്. അമ്മാതിരി ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസും ഉണ്ട്. പിന്നെ ഇതില് എല്ലാവരുടെയും കാര്യം എടുത്തു പറയണം. ഒരാളപ്പോ ഒരു മിസ്സാകാൻ പാടില്ല, എനിക്ക് നിർബന്ധമായിട്ട് പറയണ്ട.
ആ ചെറിയ ഒരു റോളാണെങ്കിലും വന്ന് ചെയ്തിട്ട് പോയിട്ടുള്ളവനാണെങ്കിൽ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പറയുന്നത് പടത്തിന്റെ ഡയറക്ഷൻ സൈഡ്. അതിൽ ഡയറക്ടറുടെ പേരെന്ന് പറയുന്നത് കൃഷ്ണകുമാർ രാംകുമാറാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. എന്റെ പൊന്നെ, എന്താണ് ഡയറക്ഷൻ! ഇദ്ദേഹത്തിന്റെ മൂവീസ് ഏതൊക്കെയാണെന്ന് നോക്കേണ്ടി വരും. ടീച്ചറായിട്ട് ഞാൻ വീഡിയോ മൊത്തം ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഒന്നുകൂടി എന്ന് പറഞ്ഞാൽ അത് അമ്മാതിരി ഡയറക്ഷൻ സൈഡാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കാഴ്ചവെച്ചിരിക്കുന്നത്. മാധവ് ഉണ്ട് റൈറ്റ് ചെയ്തിരിക്കുന്നതിൽ. ഡയറക്ടറും മാധവും കൂടിയാണ് റൈറ്റിംഗ് ചെയ്തിരിക്കുന്നത്. എന്റെ അമ്മ കൂടി. പിന്നെ പ്രൊഡ്യൂസർ മാധവും ഉണ്ട് കൂട്ടത്തിൽ. സർക്കാർ മാധവ്, അങ്ങനെ കുറെ വിജയ് മോലയ്യ എന്നൊക്കെ പറഞ്ഞ ടീമൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കാസ്റ്റിംഗ് വരുമ്പോ പ്രിയാമണി, മാധവ്, ആർ മാധവ്, പിന്നെ ജയറാമേട്ടൻ, സത്യരാജ്, പിന്നെ പറയുന്നത് തുഷാര വിജയൻ, നമ്പി രാമയ്യ, വിനയ് റൈ, കരുണാകരൻ, അതിഥി ബാലൻ. അതിഥി ബാലൻ മലയാളിയല്ലേ? മലയാളി ആക്ടറാന്ന് തോന്നുന്നു. മലയാളി, അതെ, നേരെ മലയാളി. നമ്മുടെ അതായത് നിവിൻ പോളിയുടെ ഒരു സിനിമയിൽ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. പിന്നെ രമേശ് തിലക്, അതായത് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലൊരു തമിഴ് ആക്ടർ ഇല്ലേ, ഇച്ചിരി പൊക്കൊക്കെ ഉള്ള ഒരു തമിഴ് ആക്ടർ, അതായത് അദ്ദേഹം ഇതിനകത്തുണ്ട്. പിന്നെ കനികയുണ്ട്, ഷീല രാജ്കുമാർ, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാസ്റ്റ്. പിന്നെ ഒരാളുണ്ടേ, ഞാൻ സത്യം പറയാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങേരെ ആ ബോഡി ലാംഗ്വേജ്, ഒരു ലുക്കും കാര്യങ്ങളും കണ്ടപ്പോ ഞാൻ ഓർത്ത് അങ്ങേര് തന്നെയാണെന്നൊരു ഡൗട്ട് ആയിരുന്നു. പിന്നെ പടത്തിന്റെ ഇന്റർവെൽ ടൈം ആയപ്പോ ഞാൻ കാസ്റ്റിംഗ് ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോ അദ്ദേഹം തന്നെയുണ്ട്, വിജയ് യേശുദാസ്. എന്റെ അമ്മ, ശരിക്കും ഒരു പ്രായമായിട്ടുള്ള ഒരു ഗെറ്റപ്പാടെ. പടം തുടങ്ങിയപ്പോ തൊട്ട് തന്നെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം മാത്രം അതിൻ്റെ അടുത്ത് കാണിക്കുന്നില്ല, ബാക്കി എല്ലാവരുടെയും ഏജിന്റെ ചെറുപ്പകാലവും കാണിക്കുന്നുണ്ട്. ചെറുപ്പകാലം കഴിഞ്ഞിട്ട് പ്രായമായിട്ടുള്ള കാലം ഇദ്ദേഹത്തിന് മാത്രം കാണിക്കുന്നില്ല അങ്ങനെ. അപ്പൊ ഞാനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അങ്ങനെ തന്നെ. അപ്പൊ ചെറുപ്പകാലം കാണിക്കുമ്പോ ഞാൻ കാണാനില്ലെന്ന് ഓർത്തിരിക്കുക ഫസ്റ്റ് കണ്ടപ്പോ തന്നെ. അപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ക്ലിയർ ചെയ്തത് ഇന്റർവെൽ ടൈമിലാണ്. വിജയ് യേശുദാസ് വന്നിട്ട് തകർത്തിട്ട് പോയടേ. ഒരു പ്രായമായിട്ടുള്ള ഒരാൾ വടിയും കുത്തിയൊക്കെ താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട് കേട്ട പെട്ടെന്ന് മനസ്സിലായല്ല. നമ്മൾക്ക് അറിയാവുന്ന ഒരു ആക്ടറും സിംഗറും കൂടി ആയതുകൊണ്ട് നല്ലപോലെ ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയാണെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ കിടിലൻ പെർഫോമൻസ്, കിടിലായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ട് പോയിട്ടുണ്ട്. എന്റെ രക്ഷയില്ല. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം, അഭിനയിച്ചിരിക്കുന്നവരുടെ ഓരോരുത്തരുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. അതിലിപ്പോ എന്താണ്, വിജയ് യേശുദാസിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞു. അതില് പ്രിയാമണി മലയാളി നടിയാണ്. വന്ന് സ്ക്രീനിൽ വന്ന് പെർഫോം ചെയ്ത് ഒരു എന്താ പറയാ, ഒരു 10-15 മിനിറ്റ് എങ്ങനെയുണ്ട് മൊത്തത്തിൽ സ്ക്രീൻ ടൈമിൽ നടിയുടെ വന്ന് അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ട് തന്നെ പോയി. അതായത് മാധവിന്റെ വൈഫ് എന്ന നിലയിലാട്ടാ വന്നത്, ഫസ്റ്റ് വൈഫ് എന്ന നിലയിലാട്ടാണ് പടത്തിന്റെ അകത്ത് വന്നത്. അത് കിടിലായിട്ട് തന്നെ പെർഫോം ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ മെയിൻ ആക്ടർ മാധവ്, എന്റെ പൊന്നെ, എന്നാ പറയാ, ഈ വർഷം സത്യം പറഞ്ഞ നാഷണൽ അവാർഡിന്റെ ബെസ്റ്റ് ആക്ടറിന്റെ ഇതിൽ ലിസ്റ്റിൽ സത്യം പറഞ്ഞ ഞാൻ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ഒരു ഇതിൽ സെലക്ട് ചെയ്തിട്ടുണ്ടാകുന്നത് രൺവീർ സിംഗിനെയാണ്, നമ്മുടെ ദുരന്തർ 2ന്റെ പെർഫോമൻസും കാര്യങ്ങൾ വെച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞ അദ്ദേഹത്തിന് ഒരു കോമ്പറ്റീഷൻ എന്ന നിലയിൽ വെക്കുന്നതിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന മൂവി ഈ വർഷം അങ്ങനെ ഇറങ്ങിയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലേക്കുമ്പാണ് ഈ പടം കാണാൻ ഇടയായത്. എന്റെ പൊന്നെ, മാധവ് സത്യം പറഞ്ഞ അതിന് ഇഞ്ചോടിഞ്ച് ഒരുമിച്ച്, അല്ലെങ്കിൽ എന്താ പറയാ, ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച. സത്യം പറഞ്ഞ ഇത് ഈ വർഷത്തെ നാഷണൽ അവാർഡ് നാഷണൽ അവാർഡിന്റെ കാര്യമൊക്കെ അറിയാമല്ലോ. ചിലപ്പോ ഇത് ഇവർക്ക് രണ്ടും കിട്ടിയിരുന്ന വരില്ല. ചിലപ്പോ അതിന്റെ ഇടക്ക് വന്ന് ഏതെങ്കിലും മാസ ആക്ഷൻ പടത്തിന് ഇതിന്റെ നായകന് വല്ലതും കൊടുത്തു കളയും. അതാണ് നമ്മുടെ നാഷണൽ അവാർഡിന്റെ ഒക്കെ അവസ്ഥ ഇപ്പൊ. പക്ഷെ നാഷണൽ അവാർഡ് പെർഫെക്റ്റ് ഒരു വെച്ച നടനുള്ള നാഷണൽ അവാർഡ് നമ്മളെ ശരിക്കും അറിയിക്കുന്നത് രണ്ട് വ്യക്തികളെ ഈ പക്ഷെ ഇറങ്ങിയ സിനിമകളിൽ ഇന്ന് ഞാൻ സെലക്ട് ചെയ്യും. ഞാനെന്നല്ലേ ഒരു സിനിമകളെല്ലാം അത്യാവശ്യം എല്ലാ സിനിമകളും കണ്ടിട്ടുള്ള വ്യക്തികളാണെങ്കിൽ മനസ്സിലാവും. ഒരു ബെസ്റ്റ് ആക്ടർ എന്നുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുള്ള ഒരു നടന്മാരിൽ രൺവീർ സിംഗും മാധവുമാണ് സത്യം പറഞ്ഞ ഈ നാഷണൽ അവാർഡിന്റെ ലിസ്റ്റ് അടുത്ത വർഷം, ഈ വർഷത്തെ നാഷണൽ അവാർഡ് അടുത്ത വർഷം ഇറങ്ങിയപ്പോൾ കൊടുക്കണം. അപ്പൊ ആ ടൈമിൽ മത്സരിക്കാൻ പോകുന്ന ഇവർ രണ്ടുപേരായിരിക്കും ഒന്നാമത്തെ കാര്യം.
പിന്നെ പറയാനുള്ളത് ഈ പടത്തില് അതായത് പടത്തില് മെയിനായിട്ട് മത്സരിച്ച അഭിനയം 3 പേരാ സത്യം പറഞ്ഞ കാഴ്ചവെച്ചു. ജയറാമേട്ടൻ, എന്റെ പൊന്നെ, സത്യം പറഞ്ഞ ഞാൻ ഇങ്ങനെ ഇതിന്റെ ട്രെയിലർ പോലും കണ്ടില്ല ചേട്ടാ. ഇതിന്റെ എന്താണ് ഒരു ഈ ചെറിയൊരു വീഡിയോ ഇറങ്ങിയായിരുന്നു ഇവരുടെ ആക്ട് ആക്ട് ചെയ്തിരിക്കുന്നവരും പടത്തിന്റെ ഡയറക്ടർ എല്ലാരും കൂടി ചെറിയ ഒരു പ്രമോഷൻ വീഡിയോ പോലെ, അതായത് അന്നത്തെ കാലഘട്ടത്തിലുള്ള വണ്ടികളൊക്കെ ഓടിക്കാനായിട്ട് പ്രമോഷൻ വീഡിയോ പോലൊക്കെ ഇറങ്ങിയായിരുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ട അവരെ എല്ലാരെയും കണ്ടില്ല, ജയറാമേട്ടൻ അതിൻ്റെ അകത്ത് ഇല്ല. ജയറാമേട്ടൻ വന്ന് തകർത്തിട്ട് പോയി. ഞാൻ അത് മാത്രമേ കണ്ടുള്ളൂ. ട്രെയിലർ ഉണ്ടെന്ന് ചെയ്തെന്ന് പറഞ്ഞാൽ ജയറാമേട്ടനെ ഒന്ന് കണ്ടേനെ, പക്ഷെ ഒന്നും കാണാതെ പോയി കണ്ടവണ്ടേ. ജയറാമേട്ടന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ അടിപൊളി. അതില് മാധവും ജയറാമേട്ടനും സത്യരാജ് ഇവര് 3 പേരുമാണ് ഒരു സ്ക്രീനിൽ അല്ലെങ്കിൽ ഒരു സീനിൽ പെർഫോമൻസ് ചെയ്തിരിക്കുന്നത്. അതിൽ 3 പേരും ഒരുമിച്ച് വന്ന് പെർഫോം ചെയ്ത ഒരു എന്താണ് സീനാണെങ്കിൽ അതിൽ 3 പേരും ഇഞ്ചോടിഞ്ച് മത്സരിച്ചാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. അതിലിപ്പ ഒരുമിച്ച് വന്നിരിക്കുന്ന സ്ക്രീനിൽ അങ്ങനെയാണ്. പക്ഷെ അല്ലാണ്ട് സെപ്പറേറ്റ് കാണിക്കുന്ന സീനാണെങ്കിൽ ഓരോ സീനാണെങ്കിലും അതിൽ മാധവ് ഒരു സീനിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ച് നിൽക്കണമെന്ന് വെച്ചു. അടുത്ത സീൻ കാണിക്കുന്ന മാധവനെയല്ല, ഇപ്പൊ ജയറാമേട്ടനെ വെച്ചു. അതിൽ ജയറാമേട്ടൻ മാധവന്റെ അപ്പുറം നിൽക്കുന്ന പെർഫോമൻസ് കാണിച്ചു വെച്ചു. അതിന്റെ അപ്പുറത്ത് സത്യരാജ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു 3 പേരും മത്സരിച്ച അഭിനയമായിരുന്നു ഈ പടത്തിൽ മൊത്തത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. അതൊരു കിടിലനായ എക്സ്പീരിയൻസ് എനിക്ക് സമ്മാനിച്ചത്. ഈ സിനിമ സത്യം പറഞ്ഞ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ ഇങ്ങനെ പോയല്ല, ഞായറാഴ്ച ഒന്നത്തെ കാര്യം. ഇവിടെ ഈ 3 തിയേറ്റർ, നമ്മുടെ അടുത്തുള്ള ഈ 3 തിയേറ്ററൊന്നും ഇല്ല പടം. ഇത്ര DC-യും തുടക്കം മൂവിയൊക്കെ ഇങ്ങനെ കളിക്കണത്, പിന്നെ ജനനായകനും അങ്ങനെയൊക്കെ കുറച്ച് മൂവിയൊക്കെ ഇതാരും മേടിച്ചിട്ടില്ല. ഞാൻ എന്തുകൊണ്ട് മേടിച്ചില്ല? അപ്പൊ ഇതിന്റെ റിവ്യൂ എല്ലാം നോക്കിയപ്പോ ഒരുത്തം പോലും നെഗറ്റീവ് ഇല്ല, എല്ലാം പോസിറ്റീവ് റിവ്യൂ മാത്രം. അപ്പൊ ഉറപ്പായി, അപ്പൊ കൺഫേം ആയി എങ്ങനെയാലും പോയി കണ്ടേ പറ്റുള്ളൂ. അപ്പൊ ഓണത്തിന്റെ ടൈമാണ്, ഫണ്ട് ഷോർട്ടാണ്. അപ്പൊ പോണ കാര്യം ചിലപ്പോൾ പാടായിരിക്കും. അപ്പൊ എങ്ങനെയെന്ന് ഇന്നപ്പാണ് ഞാൻ പറഞ്ഞ ഒന്നുകൂടി ഞാൻ ഇതിന്റെ റിവ്യൂ അല്ല തിയേറ്റർ റെസ്പോൺസ് എന്ന് പറഞ്ഞ നമ്മുടെ റിവ്യൂ വരുമല്ല യൂട്യൂബിൽ. അപ്പൊ അത് ഞങ്ങൾ കണ്ടപ്പോ ഒരുത്തം പോലും നെഗറ്റീവ് പറയണില്ല. അപ്പൊ എനിക്ക് ഇങ്ങനെയുള്ള പടം വന്നു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് ഞാൻ പോയി കാണുക? എത്ര ലോങ്ങിലാണെങ്കിൽ കടം മേടിച്ചാലേ ഞാൻ പോയി കാണും. അപ്പൊ എങ്ങനെയൊക്കെയോ പോയി, ടിക്കറ്റ് എടുക്കാനുള്ള പെട്രോൾ ഒഴിക്കാനൊക്കെ അങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് എങ്ങനെയൊക്കെ പോയി പടം പോയി കണ്ട് കഴിഞ്ഞപ്പോ ഞാൻ സത്യം പറഞ്ഞ ഒരു 100-500 ഒരു രൂപയ്ക്ക് മേലെ മൊത്തം ചെലവായി ഈ അങ്ങോട്ട് പടം പോയി കാണാനും പടത്തിന്റെ ടിക്കറ്റ് എടുക്കാനും. അപ്പൊ ഒരു 1000-1500 രൂപ കൊടുത്തതിന്റെ വന്നിരുന്നേ പോലും എനിക്ക് പടത്തിന് ഒട്ടും മുടക്ക് അല്ലെങ്കിൽ നഷ്ടം വരില്ല എന്ന് തോന്നിപ്പോ. അത്രക്ക് ഇഷ്ടപ്പെട്ടു ഈ പടം കണ്ടു കഴിഞ്ഞപ്പോ. ഈ GD നായിഡു എന്ന് പറഞ്ഞ ഈ വ്യക്തി, ദൊരസ്വാമി നായിഡു, ഈ വ്യക്തി ഇന്ത്യക്ക് എന്തൊക്കെ ഈ സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്നോ അല്ലെങ്കിൽ അദ്ദേഹം മുഖാന്തരമായിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ എന്താ പറയാ ഒരു പരീക്ഷണത്തിലൂടെയാണെങ്കിലും അദ്ദേഹം സംഭാവന ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക നിത്യോപയോഗ സാധനങ്ങളാണ് നമ്മളിപ്പോ ഉപയോഗിക്കുന്നതെന്നും അത് കാണുമ്പോണ്ടല്ലോ. സത്യം പറഞ്ഞ ശരിക്കും ഒരു ഇന്ത്യൻ എന്ന രീതിയിൽ നമ്മൾ ഭയങ്കര അഭിമാനം കൊള്ളുന്ന ഒരു കാര്യം. പറയാനുള്ള ഇങ്ങനെയുള്ള സിനിമകളൊക്കെ സത്യം പറഞ്ഞാൽ ഇനിയും മന്നൊന്നാ പറയണം. പക്ഷെ നമ്മൾ അറിയാൻ മേലാത്ത നമ്മളെ രാജ്യത്ത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖ സന്തോഷങ്ങളെല്ലാം ഇതിനും കാരണമായിട്ടുള്ള ഒട്ടനവധി വ്യക്തികളുണ്ട്. പക്ഷെ അവരെല്ലാരെയും പറ്റി നമ്മൾ അറിയണമെങ്കിൽ ഇതുപോലെ തന്നെ നോവലാട്ട് വരുമ്പോ പൊതുവെ എല്ലാരും വായിക്കാറില്ല. അപ്പൊ ഇതുപോലെ സിനിമയായിട്ട് വന്നു കഴിഞ്ഞെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതുപോലെ എല്ലാവർക്കും ഇങ്ങനെ ഒരു ധാരണ പൊതുവെ ഉണ്ടാവും എന്നുള്ള ഒരു അഭിപ്രായം എന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സിനിമകൾ ഇനിയും വരണമെന്ന് എന്റെ ആഗ്രഹം പറയുന്നത്. പക്ഷെ ഈ സിനിമ അഭിനയിച്ചിരിക്കുന്ന ഈച്ച് ആൻഡ് എവരി വൺ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും എല്ലാം, അതായത് ക്രൂ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും പടത്തിന്റെ ആക്ടിങ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഏരിയ, അതായത് എന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ചേർത്തല ഏരിയ, അവിടെ എങ്ങും ഈ പടം ഇല്ല. ഇനി വരുവോ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല. ഇനി ഒരു 20-ാം തീയതി അടുത്ത കുറെ സിനിമകളൊക്കെ മലയാള സിനിമ വരുന്നുണ്ട്. ഇനി വരുവോ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല. എല്ലാവരും മസ്റ്റ് തന്നെ പോയി തിയേറ്ററിൽ തന്നെ പോയി കാണുക. അമ്മാരി എക്സ്പീരിയൻസ് തിയേറ്ററിൽ സമ്മാനിക്കും, ഞാൻ ഉറപ്പ് പറയുന്നു. അത് വെച്ചാൽ ഒരാൾ പോലും മോശം പറയണ ഞാൻ കണ്ടില്ല. അത്രയ്ക്ക് എനിക്ക് ഉറപ്പാണ്, ഞാൻ അടിച്ചു പറയണ അമ്മാരി എക്സ്പീരിയൻസ് സമ്മാനിക്കും. എനിക്ക് സുരറൈ പോട്ടർ സിനിമ ഒരു ബയോപിക് മൂവി കഴിഞ്ഞിട്ട്, ആ ഒരു ബയോപിക് മൂവി കഴിഞ്ഞിട്ട് ഇത്ര അധികം ഇഷ്ടപ്പെട്ട ഒരു ഒരു തമിഴ് പടം ഇല്ല. കിടിലനായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ട് എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ കാണുക. ഓക്കെ.